ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സ് ഇനിയുള്ള ദിവസത്തേക്ക് നിങ്ങൾക്ക് തരുന്ന ആ ഒരു സന്ദേശം എന്താണെന്നാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളിൽ ചില ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ലോഡായിട്ട് തോന്നുന്നുണ്ടാകാം. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാകാം. വീട്ടിലായാലും അല്ലെങ്കിൽ ജോലി സ്ഥലത്തായാലും അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ബേർഡൻ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം നിങ്ങൾ ചെയ്യുക. എല്ലാം നിങ്ങൾ തന്നെ ലോഡ് എടുക്കണം അല്ലെങ്കിൽ ഭാരം ചുമക്കണം എന്നില്ല. കുറച്ചൊക്കെ മറ്റുള്ളവരെ കൂടി ഇടപെടുത്തിക്കുക അല്ലെങ്കിൽ ഇൻവോൾവ് ആക്കിപ്പിക്കുക. ഒന്നിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് തന്നെ അവസാനം അതൊരു താങ്ങാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു അവസ്ഥ ആകുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ലല്ലോ. മറ്റുള്ളവരെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് കരുതി ഓരോന്നായിട്ട് പതിയെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് മറ്റൊരു രീതിയിലും ചിന്തിക്കാം. അതായത് ചിലപ്പോൾ ചിലർക്കൊക്കെ അനാവശ്യമായിട്ടുള്ള പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാം. അത് ഒരുപാട് നാളായിട്ട് അത് ഭാരമായിട്ട് കിടക്കുന്നുണ്ടാകാം. അങ്ങനെയും ആകാം ഈ ഒരു ലോഡ് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് അതിനെയൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് ആരോഗ്യം അതുപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സെൽഫ് കെയർ ഇവിടെ ആവശ്യമായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ചില ആളുകൾക്ക്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് സ്വന്തം ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നിങ്ങൾ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പരിഗണിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു എന്നുള്ളത് ഓർക്കുക. ഈ ലോകത്ത് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെക്കാൾ ആർക്കും കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ പാചകം ചെയ്ത് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം വാങ്ങിച്ച് ധരിക്കുക. അതുപോലെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിക്കാതെ എനിക്ക് എന്താണ് നല്ലത് എന്ന് ചിന്തിച്ച് മനസ്സിന് സന്തോഷം തരുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ സമ്മാനങ്ങൾ നൽകാൻ ശ്രമിക്കുക. ചെറിയ ഒരു കാര്യമായാലും നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്നതാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അപ്പോൾ എല്ലാം തന്നെ നിങ്ങളുടെ പുറകെ വരിക തന്നെ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടെ നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർക്ക് പല പല സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട സമയം വന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് നാളായിട്ട് നിങ്ങൾ വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് അപ്പോൾ അതിനുള്ള ഐഡിയാസ് യൂണിവേഴ്സ് നൽകുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനാകാം ആ ഒരു മാറ്റം വരുന്നത്. നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുന്നതാകാം. ചിലപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മാറി വരുന്നു എന്നുള്ള രീതിയും ആകാം. അതായത് നിങ്ങൾ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മൂവ് ആവുന്നതുമായിരിക്കാം. അതായത് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനും ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നല്ലൊരു മാറ്റം വരും എന്നാണ് കാണുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഗൈഡൻസും അതുപോലെ തന്നെ ഐഡിയാസും എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നുകൊള്ളുമെന്നാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ ഏത് ഐഡിയാസ് ആണോ അല്ലെങ്കിൽ ഏത് ആഗ്രഹങ്ങളാണോ അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുൻപോട്ട് പോവുക. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻസോ ഐഡിയാസോ ഒക്കെ വരുന്നെങ്കിൽ അത് ഫോളോ ചെയ്യുക.
നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളുടെ ഗ്രോത്തിന് തന്നെ ഉള്ളത് ആണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ സ്വപ്നങ്ങളില് ചില സൂചനകൾ കിട്ടുന്നതുമാകാം. അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ കൂടെ ചില സൂചനകൾ നൽകുന്നതുമായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും യൂണിവേഴ്സിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് കൂടെ ആകാം ഇവിടെ കാണുന്നത്. ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. സർവേശ്വരൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.